വെൽക്കം ടു റാണീസ് കിച്ചൺ. ഓണം സ്പെഷ്യൽ ഒരു ഇഞ്ചി കറിയാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 250 ഗ്രാം ഇഞ്ചിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് മുറിച്ച് ഇതിന് മിക്സിയിൽ അടിച്ചെടുക്കണം. നമുക്ക് ഇഞ്ചി പീസാക്കി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട്. അതൊരു 3-4 പീസായിട്ട് ഇടാവുള്ളൂ. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ശരിക്കും അത് അരയില്ല. ഇങ്ങനെ ഇത് പിഴിഞ്ഞിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണ്. ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുത്ത് മാറ്റി വെക്കണം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി നമ്മൾ മിക്സിയിൽ അടിച്ചത് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് കളഞ്ഞതാണ്. എന്നാലേ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് കുറേ സമയം വറുക്കേണ്ടി വരും. ഇത് നീര് പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് അധികം മൂപ്പില്ലാത്ത ഇഞ്ചിയാണ്. ഇത് കറിയായി വരുന്ന സമയത്ത് ഇഞ്ചിയുടെ ഫ്ലേവറില്ലെങ്കിൽ ആ നീര് നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യത്തിന്. ഇതൊരു ചുവക്കുന്നവരെ വറുത്തെടുക്കണം. ഈ പാനിലേക്ക് കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് വറുത്ത് കോരി എടുക്കാം. ആദ്യം തേങ്ങ കൊത്തിട്ട് വറുത്തെടുക്കുകയാണ്. നമ്മൾ തേങ്ങാക്കുത്തും ആ മുളകും നമ്മൾ വറുത്ത് കോരി മാറ്റി. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ. ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശർക്കര പൊടിച്ചത് ചേർക്കുകയാണ്. ഒരു 3 സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർക്കും. വെച്ച് വരുന്നതിനനുസരിച്ച് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അത് കുറച്ച് സമയം തിളച്ചാലേ അതിൻ്റെ ആ ഇഞ്ചിയിലോട്ട് ഇതിൻ്റെ എല്ലാം പിടിക്കൂ. എന്നിട്ട് വേണം അത് ഓഫ് ചെയ്യാൻ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1/2 സ്പൂൺ. ഇതിലേക്ക് പുളിക്ക് കണക്കായിട്ടുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി വരുന്നുണ്ട്. അതിങ്ങനെ കുറുകി വരുന്നൊരു കണ്ടീഷനിൽ എടുക്കണം. അപ്പോൾ ഉപ്പും പുളിയും മധുരവും എല്ലാം കറക്റ്റായിരിക്കണം. കുറവുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കണം. നമുക്ക് തേങ്ങാക്കൊത്തും മുളകും കൂടെ വറുത്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിയായാലും ചോറായാലും കഴിക്കാൻ കഴിയും. 101 ഔഷധ ഗുണമുണ്ട് ഇഞ്ചിക്ക്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ മധുരവും പുളിയും ഇഞ്ചിയുടെ ആ ഫ്ലേവറും ടേസ്റ്റും എല്ലാം നമുക്ക് എല്ലാവർക്കും കേരളീയർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.